എന്താണ് യഥാർത്ഥത്തിൽ ഹാലോവീൻ? എന്താണ് ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവരിലേക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഒത്തിരി ഇത്തരത്തിലുള്ള സെക്റ്റുകൾ, ഇതൊരു സെക്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ പൈശാചിക ശക്തികളുടെ സ്വാധീനവും പൈശാചിക ശക്തികൾ വിളിച്ചു വരുത്തുന്ന രീതികളൊക്കെ ഇന്ന് പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹലോവീൻ ആചാരം അതിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് 2000 വർഷത്തിലപ്പുറമുള്ള ചരിത്രമാണ്. ക്രിസ്തുവിന് മുമ്പേ തന്നെ ഇത്തരം ആഘോഷങ്ങളുണ്ട്. അതൊരു സെൽറ്റിക് ഒരു ജനതയുണ്ട്. വളരെ ഒരു ഒട്ടും സാംസ്കാരികമായി ഉന്നതിയിൽ പ്രാപിച്ചിട്ടില്ലാത്തൊരു വിഭാഗമായിരുന്നു. അവരുടെ ഇടയിൽ ഈ മരിച്ച ആത്മാക്കളെക്കുറിച്ചുള്ളൊരു സങ്കല്പം, ഒരു സൂവൻ എന്ന് പറയുന്ന സാഹൻ സൂവൻ എന്നൊക്കെ പറഞ്ഞ പല ഉച്ചാരണങ്ങൾ അതിനുണ്ട്. സൂവൻ എന്ന് പറയുന്ന ഒരു മരണത്തിൻ്റെ ദേവൻ, ആത്മാക്കളുടെ മേൽ ആധിപത്യമുള്ളൊരു ദേവൻ മരിച്ച ആത്മാക്കളെ ഒരു ദിവസം സ്വതന്ത്രമാക്കും. ഇതാണ് അതിൻ്റെ പിന്നിലൊരു ചിത്രം. വർഷത്തിലൊരിക്കൽ സ്വതന്ത്രമാക്കും. ഈ സ്വതന്ത്രമാക്കപ്പെടുന്ന ആത്മാക്കൾ മനുഷ്യർ വസിക്കുന്ന ഇടങ്ങളിലൊക്കെ കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോൾ ഏത് വ്യക്തിയെ വേണമെങ്കിലും ഈ ആത്മാവിന് പ്രാപിക്കാം. അപ്പോൾ ഈ ദുരാത്മാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യരെന്ത് ചെയ്യുന്നു വെച്ചാൽ മരിച്ച ആത്മാക്കളുടെ വേഷം ധരിക്കും. മരിച്ച ആത്മാക്കളുടെ വേഷം എന്ന് പറഞ്ഞാൽ പൈശാചിക വേഷം, പ്രേതത്തിൻ്റെ വേഷം. അതാണ് മരിച്ചവരൊക്കെ പ്രേതമാണെന്നുള്ളൊരു സങ്കല്പത്തിലാണ്. അപ്പോൾ ഈ പ്രേതത്തിൻ്റെ വേഷം ധരിക്കും. പ്രേതത്തിൻ്റെ വേഷം ധരിക്കുന്നതിലൂടെ ഈ വരുന്ന ആത്മാവിനെ തെറ്റിദ്ധരിപ്പിക്കാം എന്നതാണ് വിചാരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രേതത്തിൻ്റെ വേഷം ധരിച്ചിരിക്കുന്നതുകൊണ്ട് ആ പ്രേതം വിചാരിക്കും ഞാൻ മറ്റൊരു പ്രേതമാണ്. അങ്ങനെ വിചാരിക്കുമ്പോൾ എന്നെ തൊടൂല. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ചിന്ത. അത് ഈ പറഞ്ഞ പോലെ ഒട്ടും എന്താ പറയുക, യുക്തി ചിന്തയില്ലാത്തൊരു സമൂഹത്തിൽ നിന്ന് തുടങ്ങിയ ചിന്തയാണ്. ഇത് എന്നാണ് ശരിക്കും തുടങ്ങിയത്? ഞാനിപ്പോൾ പറഞ്ഞ പോലെ 2000 വർഷത്തിനപ്പുറമാണ്. അതായത് ക്രിസ്തുവിനെ വളരെ വർഷം മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. പിന്നീടത് മാറി 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 ഇന്ന് അതൊരു കൾട്ടായിട്ട് മാറി. ഇതൊരു കൾട്ടായിട്ട് എന്നിട്ട് പിന്നിലൊരു ഹോബി പോലെ നമുക്കൊരു രസകരമായിട്ടൊരു കാര്യമായിട്ട് തോന്നുന്നത് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട വേഷം ധരിക്കുക എന്നുള്ളത്. അപ്പോൾ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവർ വിചാരിക്കുന്നത് എന്താ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭൂതത്തിൻ്റെ വേഷം ധരിക്കുക. അപ്പോൾ അവർക്ക് ഒരു സന്തോഷം. ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പോലും അങ്ങനെ വരുന്നു, ഇതിൻ്റെ ഗൗരവം എന്താണെന്ന് അറിയാതെ. ക്രൈസ്തവ സിസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രധാരണം കൂടി ഉപയോഗിച്ചിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ വേറൊരു ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയിൽ വാസ്തവത്തിൽ സകല വിശുദ്ധരുടെ തിരുനാൾ തുടങ്ങുന്നത് ഇതിന് ബദലായിട്ടാണെന്ന് വേണം പറയാൻ. അതായത് എല്ലാ മരിച്ചുപോയ ആളുകളൊക്കെ വിശുദ്ധരാകുന്നുണ്ടെന്നും അല്ലെങ്കിൽ അങ്ങനെ വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, എല്ലാവർക്കും വിശുദ്ധരാകാൻ കഴിയും. അപ്പോൾ വിശുദ്ധരെ ഓർക്കുന്ന ഒരു ദിവസമായിട്ട് ഇതിനെ മാറ്റും. അതുകൊണ്ടാണ് നവംബർ 1. അപ്പോൾ ഇപ്പോൾ ഇവർ ഹലോവീൻ ആഘോഷം ചെയ്യുന്നത് വിശുദ്ധരുടെ തിരുനാളിൻ്റെ തലേ ദിവസം. നമ്മുടെ എല്ലാ പുണ്യ ദിവസങ്ങളും തുടങ്ങുന്ന തലേ ദിവസം ഈവനിങ്ങാണ്. അപ്പോൾ ഒക്ടോബർ 31 ഈവനിങ് ഹാലോവിൻ ഡേ അല്ലെങ്കിൽ ഹാലോവിൻ സമയമായിട്ട് അവർ മാറ്റുന്നു. അപ്പോൾ വിശുദ്ധരുടെ ദിനം ആഘോഷിക്കുന്ന അതേ ദിവസം തന്നെ ഇങ്ങനൊരു ദിവസം. അപ്പോൾ അതിനൊരു വിധത്തിൽ ആ ഒരു മനുഷ്യൻ്റെ വിശ്വാസം മുഴുവനും തകർക്കുകയാണ്. ക്രൈസ്തവ ചിന്ത മുഴുവനും ആ വിശ്വാസ രീതികളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൾട്ട്. അതിൻ്റെ പിന്നിൽ ഭയങ്കര ഒരു ദുരൂഹതയുള്ളത് അവിടെയാണ്. അതായത് ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ കുട്ടികളെ ആയാലും മുതിർന്നവരെ ആയാലും ഈ വേഷവിധാനങ്ങൾ ചെയ്യുന്നതിലൂടെ ഇനി കുറച്ച് കഴിയുമ്പോൾ അത് പ്രത്യേക പ്രാർത്ഥനകളായിട്ട് മാറും. അങ്ങനെ അതൊരു സൈറ്റനിക് കൾട്ടായിട്ട് മാറും. അങ്ങനെ ഹലോവിൻ ഒരു തെറ്റായ കൾട്ടിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതും അതിനേക്കാളും വലിയ അപകടം ഇത് ദൈവത്തിൻ്റെ കൃപയെ മനുഷ്യൻ തിരസ്കരിക്കുന്നതും വെല്ലുവിളിക്കുന്നതുമായ ഒരു രീതിയാണ്. അതുകൊണ്ടാണ് 2004 കത്തോലിക്ക സഭയിൽ തന്നെ പ്രത്യേകമായിട്ട് ഇതിനെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിശുദ്ധരുടെ ദിവസമായിട്ട് ഇതിനെ ആചരിക്കാൻ പ്രത്യേകമായിട്ട് സഭയിൽ എന്താ അതിന് മറ്റൊരു പേര് പറയും, ഹോളിവീൻ 2004 കത്തോലിക്ക സഭയിൽ ആ വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനുശേഷം ഈ ഹലോവീനിലേക്ക് നമ്മുടെ കുട്ടികൾ ഇത്രയും ആകർഷകമായി പോകുന്ന സഭ വിചാരിച്ചിരുന്നില്ലെന്ന് തോന്നുന്നു. ഇത്ര മാത്രം. അതായത് നമ്മുടെ നാട്ടിൽ ഇത് ഇപ്പോൾ കൂടുതൽ ശക്തിപ്പെട്ടു. പക്ഷേ ഇതിനേക്കാൾ മുന്നേ തന്നെ വിദേശ രാജ്യങ്ങളിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം സംഭവിച്ചത് എല്ലായിടത്തും ഒരുപോലെ അത് ശക്തി പ്രാപിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വർഷം കൂടുതൽ ശക്തി പ്രാപിച്ചേക്കാം. ആ ഒരു അവസ്ഥയിലാണ് ഓരോ വർഷവും. പക്ഷേ അതിൻ്റെ അപകടം എന്താണെന്നുള്ളത് മാതാപിതാക്കൾ മനസ്സിലാക്കണം, കുട്ടികളെ ബോധ്യപ്പെടുത്തണം, അധ്യാപകർ മനസ്സിലാക്കണം. അതായത് യഥാർത്ഥത്തിലൊരു സൈത്താനിക് വർഷിപ്പ് ആ ഒരു ടീം ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അത് നമ്മുടെ കുട്ടികളും ഒപ്പം മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഒരു കൾട്ടായിട്ട് മാറിയേക്കാം. ഭാവിയിൽ ഒരു കൾട്ടായിട്ട് എല്ലാവരും സ്വീകരിച്ചേക്കാം.